السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 201 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. 10ാമത്തെ ജുസ്ഇലെ അവസാനത്തെ പേജാണിത്. അൽഹംദുലില്ലാഹ് 10 ജുസ്ഉകൾ പഠിച്ചു പൂർത്തിയാക്കാനുള്ള അവസരമുണ്ടായി. ബാക്കിയുള്ളതും പഠിച്ചു പൂർത്തിയാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളങ്ങ് ഒരുമിച്ച് കൂടുന്നത് സ്വാലിഹായ അമലായി അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ ക്ലാസ്സുകളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. മാതാപിതാക്കൾ, ഉസ്താദുമാർ, പണ്ഡിതന്മാർ, മുഫസ്സിരീങ്ങൾ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നെ റെഫർ ചെയ്യുന്നവർ, എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈറ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 201 പേജിൻ്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. رضوا بأن يكونوا مع الخوالف وطبع على قلوبهم فهم لا يفقهون لكن الرسول والذين آمنوا معه جاهدوا بأموالهم وأنفسهم وأولئك لهم الخيرات وأولئك هم المفلحون أعد الله لهم جنات تجري من تحتها الأنهار خالدين فيها ذلك الفوز العظيم. وجاء المعذرون من الأعراب ليؤذن لهم وقعد الذين كذبوا الله ورسوله سيصيب الذين كفروا منهم عذاب أليم. ليس على الضعفاء ولا على المرضى ولا على الذين لا يجدون ما ينفقون حرج إذا نصحوا لله ورسوله ما على المحسنين من سبيل والله غفور رحيم. ولا على الذين إذا ما أتوك لتحملهم قلت لا أجد ما أحملكم عليه تولوا وأعينهم تفيض من الدمع حزنا ألا يجدوا ما ينفقون. إنما السبيل على الذين يستأذنونك وهم أغنياء رضوا بأن يكونوا مع الخوالف وطبع الله على قلوبهم فهم لا يعلمون. صدق الله العلي العظيم. സൂറത്ത് തൗബയിലെ 87 മുതൽ 93 വരെയുള്ള 7 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. 10ാമത്തെ ജുസ്ഇലെ അവസാനത്തെ പേജായ 201 പേജ്. നമ്മൾ പറഞ്ഞു വരുന്നത്, ചർച്ച ചെയ്യുന്നത് മുനാഫിക്കുകളെ കുറിച്ചാണ്, കപടവിശ്വാസികളായ ആളുകളെ കുറിച്ചാണ്. യുദ്ധസംബന്ധമായ ആയത്തുകൾ വല്ലതും ഇറങ്ങുമ്പോൾ, യുദ്ധത്തിന് പോകണം എന്നുള്ള കൽപ്പനയുള്ള ആയത്തുകൾ ഇറങ്ങുമ്പോൾ അവർക്കാകെ ബേജാറാണ്, വിറളി പിടിക്കുകയാണ്. അവർ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമം നടത്തുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് സമ്മതം ചോദിക്കുകയാണ്, ഒഴിവാക്കി കിട്ടാൻ. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ പേജിൽ അവസാനമായി നമ്മൾ പറഞ്ഞത്. മനുഷ്യർക്ക് ഹിദായത്തായി, മാർഗദർശനമായി അവതരിപ്പിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. സത്യമേത് അസത്യമേത് എന്ന് മനസ്സിലാക്കി തരുന്ന ഗ്രന്ഥമാണ്. ഒരു സൂറത്തോ അല്ലെങ്കിൽ ആയത്തുകളൊക്കെ ഇറങ്ങുമ്പോൾ ബുദ്ധിയുള്ള മനുഷ്യർ ചെയ്യേണ്ടത് എന്താ? ആ കൽപ്പന അത് അംഗീകരിക്കുക. അതിലെന്താണോ ഉള്ളത് അതേപോലെ അംഗീകരിക്കുക. കാരണം അതിലുള്ളത് മുഴുവൻ ഹുദയാണ്, മാർഗദർശനമാണ്. പക്ഷെ ഇവരങ്ങനെയല്ല ചെയ്യുക. അത് വിശ്വസിക്കൂല്ല. ഇത്തരം യുദ്ധങ്ങളുടെ കൽപ്പന വരുമ്പോൾ അത് അംഗീകരിക്കാൻ തയ്യാറാവില്ല. അതിന് ഊരിച്ചാടല ശ്രമമാണ് അവർ നടത്തുന്നത്. അത് ചോദിക്കുന്നത് ആരെ? എന്തിന് കാരണങ്ങളുള്ള ആൾക്കാരല്ല. അങ്ങനെ അങ്ങ് പോട്ടെ നോക്കാം. ഒരു കാരണവുമില്ലാത്ത, എല്ലാ സമ്പത്തുള്ള, ഐശ്വര്യമുള്ള, പോകാൻ കഴിയുന്ന വാഹനങ്ങളുള്ള, സർവ്വ സൗകര്യങ്ങളുമുള്ള ആളുകളാണ് ഒഴിവാക്കി തരുമോ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുന്നത്. അപ്പോൾ ശരിയായി ചിന്തിച്ചിരുന്നുവെങ്കിൽ അവരിങ്ങനെ ചെയ്യില്ലായിരുന്നു. ഇതാണ് അല്ലാഹു തആല ഇനി പറയുന്നത്. അവർ
ന്യായമായ കാരണങ്ങൾ ഉള്ളത് കൊണ്ട് യുദ്ധത്തിന് പോകാതിരിക്കുന്ന പെണ്ണുങ്ങൾ, കുട്ടികൾ, വൃദ്ധന്മാർ ഇവരൊക്കെ കൂടെ നാട്ടിൽ തന്നെ ഒതുങ്ങിക്കഴിയാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ അതവർക്ക് ഗുണകരമല്ല. യുദ്ധത്തിന് പുറപ്പെട്ടാൽ അവർക്ക് കിട്ടിയേക്കാവുന്ന അതിമഹത്തായ പ്രതിഫലങ്ങൾ അതൊക്കെ കരുതിക്കൂട്ടി നഷ്ടപ്പെടുത്തുകയാണ് അത്തരം ആളുകൾ ചെയ്യുന്നത്. അവർ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇങ്ങനെ കാരണങ്ങൾ ചോദിക്കാതെ അവർ പറഞ്ഞ ഉടനെ തന്നെ, കൽപ്പനകൾ വന്ന ഉടനെ തന്നെ തങ്ങൾ കൂടെ യുദ്ധത്തിന് പുറപ്പെടുമായിരുന്നു. ആട്ടെ, നമുക്ക് 87-ാമത്തെ ആയത്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. റളൂ ബിഅൻ യകൂനൂ മഅൽ ഖവാലിഫി വതുബിഅ അലാ ഖുലൂബിഹിം ഫഹും ലാ യഫ്ഖഹൂൻ. കഴിഞ്ഞ പേജിലെ അവസാനത്തെ ആയത്തിൽ പറഞ്ഞ ആ ആയത്ത് ഓർമ്മ വേണം, ആ വിഷയം ഓർമ്മ വേണം. യുദ്ധസംബന്ധമായ ആയത്തുകൾ ഇറങ്ങുമ്പോൾ ബേജാറായിട്ട് ഒഴിവാകാൻ കാരണം തേടുമെന്ന് പറഞ്ഞ ആ ആളുകൾ, അവരെക്കുറിച്ചാണ് സംസാരം. റളൂ, അവർ ആഗ്രഹിക്കുന്നു, അവർ തൃപ്തിപ്പെടുന്നു. ബിഅൻ യകൂനു, അവർ ആവാൻ, മഅൽ ഖവാലിഫി, ഒഴിഞ്ഞു നിൽക്കുന്ന ആളുകളുടെ കൂടെ, മാറി നിൽക്കുന്ന ആളുകളുടെ കൂടെ. എന്നാൽ യുദ്ധത്തിന് പോകാതെ, ന്യായമായ കാരണങ്ങളുള്ളത് കൊണ്ട് യുദ്ധത്തിന് പോകാതെ മാറി നിൽക്കുന്ന, ഒഴിഞ്ഞു നിൽക്കുന്ന സ്ത്രീകളോടൊപ്പം കഴിയാനാണ് അവർക്കിഷ്ടം. അതുകൊണ്ടാണ് അവരിങ്ങനെ ഒഴിവാക്കി തരുമെന്ന് വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വരുന്നത്. വതുബിഅ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളുടെ മേൽ മുദ്ര വെക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫഹും ലാ യഫ്ഖഹൂൻ, അതുകൊണ്ട് അവർ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കൂല, യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിക്കാൻ അവർക്ക് കഴിയില്ല. അവരുടെ ഹൃദയങ്ങളിൽ മേൽ അല്ലാഹു തആല മൂടി വെച്ചു, മുദ്ര വെച്ചു. എന്തുകൊണ്ട്? ഇത്തരം നിലപാടുകൾ സ്വീകരിച്ചത് കാരണം. ഒന്നിനും അവർ തയ്യാറല്ല, എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. എന്നാൽ അല്ലാഹു തആല മുദ്ര വെച്ച് കളഞ്ഞു, കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് കഴിയില്ല. ഖവാലിഫ് എന്ന് പറഞ്ഞാൽ പിന്തി നിൽക്കുന്ന പെണ്ണുങ്ങൾ എന്നാണ് അർത്ഥം. വേറെ കുറേ അർത്ഥങ്ങളുണ്ട്. നന്മയില്ലാത്തവർ, പിന്നോക്കം നിൽക്കുന്നവർ, അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. എന്തായാലും ഉദ്ദേശം വ്യക്തമാണ്. അപ്പോൾ യുദ്ധത്തിന് ന്യായമായ കാരണങ്ങൾ ഉണ്ടായിട്ട് പോകാതെ ഇരിക്കുന്ന സ്ത്രീകളില്ലേ, അവരുടെ കൂടെ പെരയിൽ കൂടി ഇരിക്കാനാണ് അവർക്ക് താല്പര്യപ്പെടുന്നതെന്നർത്ഥം. തുബിഅ അലാ ഖുലൂബിഹിം, അള്ളാഹുവിൻ്റെ ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ചു എന്ന് പറഞ്ഞാൽ ഇസ്ലാമും ഈമാനും മനസ്സിൽ കടന്നിട്ടില്ലാത്ത ആളുകളാണ് മുനാഫിക്കീങ്ങൾ. അത് കടക്കാതിരിക്കാനുള്ള വഴി അവർ തന്നെ ചെയ്യാണ്. അതുകൊണ്ട് അല്ലാഹു തആല അത് മുദ്ര വെച്ച് കളഞ്ഞു. ഓരോ ഒഴിവ് കഴിവുകൾ ബോധിപ്പിച്ച് യുദ്ധത്തിനുള്ള യാത്രയിൽ നിന്ന് മാറി നിൽക്കാനും തടിയൂരാനും ശ്രമിക്കുക. വിശ്വാസമില്ലായ്മയാണ് അതിന് കാരണം. അതാണ് വതുബിഅ അലാ ഖുലൂബിഹിം ഫഹും ലാ യഫ്ഖഹൂൻ എന്ന് പറഞ്ഞതിൻ്റെ ആശയം. അള്ളാഹുവിനും റസൂലിനും നിഷേധിച്ചതിന് മുമ്പ് പറഞ്ഞല്ലോ. ആകട്ടെ, 88-ഉം 89-ഉം ആയത്തുകളിലേക്ക് കടക്കാം. കപടവിശ്വാസികളായ ആളുകളുടെ നിലപാടുകൾ, പ്രവർത്തനങ്ങൾ, ചിന്തകൾ, അവരുടെ രീതികൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത്. ഇനി സത്യവിശ്വാസികളായ ആളുകളുടെ നിലപാട് എന്താണ് എന്ന് വിവരിക്കുകയാണ്. ഖുർആൻ്റെ ഒരു ശൈലിയാണത്. മുനാഫിഖീങ്ങളെ പറഞ്ഞാൽ, കാഫിരീങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞാൽ മുഅ്മിനീങ്ങളെ കുറിച്ച് പറയും, എന്നാൽ അവർക്ക് കിട്ടാനുള്ളത് പറയും. അവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം കമ്പയർ ചെയ്യും. ഇത് പരിശുദ്ധ ഖുർആൻ്റെ ഒരു രീതിയാണ്. മുഅ്മിനീങ്ങളുടെ നിലപാട് എങ്ങനെയാണ്? കപടവിശ്വാസികളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. അവരുടെ നിലപാടുകൾ പോലെയൊന്നുമല്ല മുഅ്മിനീങ്ങളുടേത്. അവർക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് വേണ്ടത്. ആർക്ക്? മുഅ്മിനീങ്ങൾക്ക്. മുനാഫിഖീങ്ങൾക്ക് അങ്ങനെയല്ല, അള്ളാഹുവിൻ്റെ തൃപ്തികൾ ആഗ്രഹിക്കണില്ല. മുഅ്മിനീങ്ങൾക്ക് വേണ്ടത് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്, റസൂലുള്ളാഹിയുടെ തൃപ്തിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ രണ്ടുപേരുടെയും സാമീപ്യമാണ്. ഇതാണ് മുഅ്മിനീങ്ങളുടെ പരമമായ ലക്ഷ്യം. അതിനുവേണ്ടി എന്തും ചെയ്യും. അതിനുവേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ അവർ റെഡിയാണ്. സമ്പത്തും സമ്പാദ്യവും മാത്രമല്ല, സ്വന്തം ശരീരം പോലും സമർപ്പിക്കാൻ മുഅ്മിനീങ്ങൾ തയ്യാറാണ്. മാത്രമല്ല, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വീട്ടിലിരിക്കേണ്ടി വന്നാൽ, യുദ്ധത്തിന് പോകാതെ കഴിയാതെ വീട്ടിലിരിക്കേണ്ടി വരികയോ യാത്ര മുടങ്ങുകയോ ചെയ്താൽ അവർക്ക് ഭയങ്കര സങ്കടമായിരിക്കും. തീർത്താൽ തീരാത്ത ഖേദമായിരിക്കും അവർക്ക്. തബൂക്കിലേക്ക് പോകുന്ന സമയത്ത് മദീനയിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിച്ചത് ആരെയാണെന്നറിയോ? അലി റളിയല്ലാഹു അൻഹുവിനെയാണ്. പക്ഷേ മഹാനവറുകൾക്ക് വലിയ സങ്കടം തോന്നി, എനിക്കിന് പോകാൻ കഴിയില്ലല്ലോ റബ്ബേ, യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവസരമില്ലല്ലോ. ഭയങ്കര സങ്കടമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പലവട്ടം പറഞ്ഞു, ചോദിച്ചു. അവസാനം കരഞ്ഞുകൊണ്ട് തങ്ങളെ കൂടെ പോയി സനിയ്യത്തുൽ വിദാ വരെ,
സെനീയത്തുൽ വിദാ വരെ പോയി. സെനീയത്തുൽ വിദാ എന്ന ഏരിയ വരെ തബൂക്കിലേക്ക് പോകുന്ന സംഘത്തോടൊപ്പം അലി റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ടൊപ്പം പോയി, പിന്നാലെ പോയി എന്ന. എന്നിട്ട് അവിടെ എത്തിയപ്പോൾ ചോദിച്ചു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എന്നെ ഒഴിവാക്കി പോകണോ? പെണ്ണുങ്ങളെ കൂടെ ഇരുത്തിയിട്ട് എന്നെ നിങ്ങൾ പോകണോ? പെണ്ണുങ്ങളുടെ കൂടെ ഇരിക്കാൻ വിട്ടേച്ച് എന്നെ ഇവിടെ ഒഴിവാക്കിയിട്ട് അങ്ങ് മാത്രം പോകണോ? ഇതിങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടെ പോകാനുള്ള അത്യാർത്ഥി ആഗ്രഹം, പോകാൻ കഴിയാത്തുള്ള സങ്കടം അലി റളിയല്ലാഹു അൻഹു. അതാണ് മുഅ്മിനീങ്ങൾ. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചെന്നറിയോ? അലിയെ, എന്താ മനസ്സിലാക്കിയത്? മൂസാ നബി അലൈഹി സ്വലാം തൗറാത്ത് വാങ്ങാൻ പോയപ്പോൾ ആ ഖൗമിൽ പ്രതിനിധിയായി നിശ്ചയിച്ചത് ആരെ? ഹാറൂൻ നബിയല്ലേ അലൈഹിസ്സലാം. അതേപോലെയാണ് ഇപ്പം നിന്റെ സ്ഥാനം. പ്രവാചകത്വം എന്ന പദവി ഒഴിച്ചാൽ ബാക്കി ഹാറൂൻ നബി അലൈഹി സ്വലാമിനെ പോലെയാണ് നിന്റെ സ്ഥാനം. ഞാൻ തബൂക്കിലേക്ക് പോകുമ്പോൾ എൻ്റെ പ്രതിനിധിയായി നിന്നെ മദീനയിൽ നിശ്ചയിക്കുന്നത് മൂസാ നബി അലൈഹി സ്വലാം ഹാറൂൻ നബി അലൈഹി സ്വലാം നിശ്ചയിച്ചതുപോലെയാണ്. അങ്ങനെ ആവാൻ നിനക്ക് താല്പര്യമല്ലേ? അതിനെ നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? ആ ഒരു പദവിയിലിരിക്കാൻ നിനക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിച്ചത്. ഇങ്ങനെയാണ് മുഅ്മിനീങ്ങൾ. ഇങ്ങനെ മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും എല്ലാറ്റിലും ഉപരിയായി കണക്കാക്കുന്ന ആളുകളാണ് മുഅ്മിനീങ്ങൾ. അവർക്ക് എന്ത് ചെയ്യാനും ഒരു മടിയുമില്ല, എന്ത് ത്യാഗത്തിനും അവർ തയ്യാറാണ്. ഇങ്ങനെയുള്ള സത്യവിശ്വാസികളായ ആളുകൾക്ക് എന്നും സുഖലോക സ്വർഗങ്ങളിൽ റാഹത്തായി സന്തോഷത്തോടെ ജീവിക്കാം എന്ന് അല്ലാഹു തആല പറയുന്നു. അത് വലിയ വിജയമാണ്. അതിലപ്പുറം മറ്റെന്ത് വിജയമാണുള്ളത്? ഇതാണ് 88-ലും 89-ലും ആയത്തുകൾ നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലാകിനിർ റസൂലു വല്ലദീന ആമനൂ മഅഹു ജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം വഉലൈക ലഹുമുൽ ഖൈറാത്ത് വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. أعد الله لهم جنات تجري من تحتها الأنهار خالدين فيها ذلك الفوز العظيم. എന്താണ് 88-ാമത്തെ ആയത്തിൽ പറയുന്നത്? മുനാഫിഖീങ്ങളുടെ ലക്ഷണങ്ങളും നിലപാടുകളും പറഞ്ഞു കഴിഞ്ഞ ശേഷം ഇനി പറയാണ്, ലാക്കിൻ പക്ഷേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, വല്ലദീന ആമനു മഅഹു, അവിടത്തോടൊപ്പം വിശ്വസിച്ച ആളുകൾ, മുഅ്മിനീങ്ങളായ ആളുകൾ, അവരുടെ നിലപാടെന്താ? അവർ ജാഹദൂ ബി അംവാലിഹിം, അവരുടെ സമ്പത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ വഴിയിൽ ധർമ്മസമരം അനുഷ്ഠിച്ചവരാണ് അവർ. വ അൻഫുസിഹിം, അവരുടെ ദേഹങ്ങൾ കൊണ്ടും ധനം കൊണ്ടും ജിഹാദ് ചെയ്തവരാണ് അവർ. അവരൊരിക്കലും പിന്മാറൂല. യുദ്ധസംബന്ധമായ ആയത്തുകൾ ഇറങ്ങുമ്പോൾ ബേജാറായി കാരണം ചോദിക്കാൻ നടക്കൂല. അലി റളിയല്ലാഹു അൻഹുവിനെ പോലെ പോകാൻ കഴിയാതിരുന്നാൽ സങ്കടപ്പെടുകയാണ് ചെയ്യുക. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, ഉലൈക ലഹുമുൽ ഖൈറാത്ത്, അക്കൂട്ടരില്ലേ, അവർക്ക് തന്നെയാണ് എല്ലാ നന്മകളും ഉള്ളത്. ഉലൈക, അവർ, അക്കൂട്ടർ, ലഹും, അവർക്കുണ്ട്, അൽ ഖൈറാത്തു, പലതരം നന്മകളുണ്ട്. ഉലൈക, ആ വിഭാഗം ആളുകൾ, ഹും, അവർ തന്നെയാണ്, അൽ മുഫ്ലിഹൂൻ, ജയിച്ചവരും അവർ തന്നെയാണ്, വിജയികളും അവർ തന്നെയാണ്. പറഞ്ഞു മതിയാക്കിയില്ല, ഇനിയും പറയാണ് 89-ാമത്തെ ആയത്തിൽ. എന്താ പറയുന്നത്? അഅദ്ദല്ലാഹു ലഹും, അള്ളാഹു അവർക്ക് തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ജന്നാത്തിൻ, തോപ്പുകൾ, സ്വർഗത്തിലെ തോപ്പുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തജ്രി, ഒഴുകുന്നുണ്ട്, മിൻ തഹ്തിഹ, ആ സ്വർഗത്തോപ്പുകളുടെ അടിയിലൂടെ, അൽ അൻഹാർ, നദികൾ ഒഴുകുന്നുണ്ട്. അപ്പോൾ താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകൾ അല്ലാഹു തആല അവർക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. അദ്ദ എന്ന് പറഞ്ഞാൽ തയ്യാറാക്കി എന്നർത്ഥം. ഖാലിദീന ഫീഹ, അതാണ്, അവരതിൽ ശാശ്വതരാണ്. ഒരിക്കലും ആ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരില്ല. അവർ അത് ഖാലിദീന ഫീഹ, അവർ ആ സ്വർഗത്തിൽ, ആ സ്വർഗത്തോപ്പുകളിൽ, ആ ജന്നാത്തുകളിൽ ശാശ്വതരാണ്. ദാലിക്കൽ ഫൗസുൽ അളീം, അത് അതിമഹത്തായ വിജയമാണ്. ദാലിക, അത്, അൽ ഫൗസു, വിജയമാണ്, അൽ അളീം, അതിമഹത്തായ വിജയമാണ്. അതിലപ്പുറം മറ്റെന്ത് വിജയമാണുള്ളത്? അല്ലാഹു തആല നമ്മളെയും ആ ജന്നാത്തിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നരകത്തിൽ നിന്ന് അല്ലാഹു തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതൊക്കെ അങ്ങനെ ഓതുമ്പോൾ
പരിശുദ്ധ ഖുർആനിൽ സ്വർഗത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വരുമ്പോൾ, മുഅ്മിനീങ്ങൾക്ക് കിട്ടുന്ന സുഖസൗകര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എനിക്കത് കിട്ടണം, എൻ്റെയും അതിൻ്റെ അഹലുകാരിലാക്കണം എന്ന് മനസ്സുകൊണ്ടെങ്കിലും ദുആ ചെയ്യണം. അപ്പോഴാണ് ഖുർആൻ മനസ്സറിഞ്ഞ് ഓതുന്ന ആളുകൾ ആവുക നമ്മൾ. അതേപോലെ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ, മുനാഫിക്കുകളെക്കുറിച്ച് പറയുമ്പോൾ, കാഫിര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, തെമ്മാടികളെക്കുറിച്ച് പറയുമ്പോൾ, കുറ്റവാളികളെക്കുറിച്ച് പറയുമ്പോൾ, അവർക്കുള്ള ശിക്ഷകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് എന്നെ ആ കൂട്ടത്തിൽ പെടുത്തരുത് റബ്ബേ എന്നാണ്. മനസ്സുകൊണ്ടെങ്കിലും ദുആ ചെയ്യണം. അങ്ങനെ ദുആ ചെയ്യണമെങ്കിൽ ഖുർആൻ്റെ അർത്ഥം നമ്മൾക്കറിയണം, അർത്ഥം പഠിക്കണം. നമ്മളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമ്മൾ 90-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. മുനാഫിക്കുകൾ, അവരുടെ കൂട്ടത്തിൽ 2 വിഭാഗം ആളുകളുണ്ട്. ടൗണിൽ താമസിക്കുന്ന ആളുകളുണ്ട്, അങ്ങ് അകലെ കുഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകളുണ്ട്. 2 വിഭാഗം ആളുകളുണ്ട്. പട്ടണത്തിൽ താമസിക്കുന്ന, ടൗണിൽ താമസിക്കുന്ന ആളുകൾ യുദ്ധത്തിന് വരാതിരിക്കാനുള്ള സമ്മതം ചോദിച്ചതിനെ കുറിച്ചാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. ഇനി പഠിക്കുന്ന 90-ാമത്തെ ആയത്തിൽ ഗ്രാമീണരായ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അവർ വന്നതും സമ്മതം ചോദിച്ചതുമായ വിഷയമാണ് ഇനി പറയുന്നത്. മരുപ്രദേശങ്ങളിൽ, ഉൾപ്രദേശങ്ങളിൽ, ഉൾഗ്രാമങ്ങളിലൊക്കെ താമസിച്ചിരുന്ന ഉൾനാട്ടുകാരായ അറബികൾക്കാണ് ആറാബ് എന്ന് പറയുക. ആറാബികൾ എന്നൊക്കെ അല്ലേ? ബദുക്കൾ എന്നും അവരെ സംബന്ധിച്ച് പറയാറുണ്ട്. ബദുക്കൾ അല്ലെങ്കിൽ ആറാബി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഉൾനാടുകൾ താമസിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയാം. ഈ ആറാബികളിൽപ്പെട്ട പല ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് തബൂക്ക് യുദ്ധത്തിൻ്റെ യാത്രയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതാണ് ഇനി പഠിക്കുന്ന ആയത്തിലുള്ളത്. അവരെന്തായി? യുദ്ധത്തിനുള്ള ക്ഷണം വന്നപ്പോൾ, അതവർക്ക് അറിഞ്ഞപ്പോൾ അവരവിടെ നിന്ന് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വന്ന്, ഞങ്ങൾക്ക് വരാൻ കഴിയില്ല, ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഞങ്ങളെ ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതം കൊടുത്തു. അവർ സമ്മതം വാങ്ങി. ഇനി ഇവരെ കൂട്ടത്തിലുണ്ടായിരുന്ന കപടവിശ്വാസികൾ അവരെന്ത് ചെയ്തു? ഇപ്പോൾ ബദുക്കളായ ദൂരെ താമസിക്കുന്ന ആറാബികളായ ആളുകൾ വന്നിട്ട് പലരും സമ്മതം വാങ്ങി. എന്നാൽ അവരുടെ കൂട്ടത്തിലുള്ള മുനാഫിക്കുകളായ ആളുകൾ, കപടവിശ്വാസികളായ ആളുകൾ അവരെന്താ ചെയ്തെന്നറിയോ? സമ്മതം ചോദിക്കാനേ വന്നില്ല. ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞിട്ട് സ്വയം പിന്മാറിക്കളഞ്ഞു. മുഅ്മിനീങ്ങളായ ആളുകൾ വന്നിട്ട് സമ്മതം ചോദിച്ചിട്ട് പിന്നെ അവർ പിന്മാറി, കാരണം വാങ്ങി, സമ്മതം വാങ്ങി. പക്ഷെ മുനാഫിക്കുകളായ ആളുകൾ സമ്മതം ചോദിക്കാനേ വന്നില്ല. അവരവിടെ തന്നെ ഇരുന്നു. സ്വന്തം കാരണങ്ങൾ കണ്ടെത്തിയിട്ട് ഞങ്ങൾ പോണില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ചെയ്ത ആളുകൾക്ക്, സമ്മതം ചോദിക്കാനേ വരാതെ സ്വയം പിന്മാറിയ ആളുകൾക്ക് കടുത്ത ശിക്ഷയുണ്ടാകും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതാണ് 90-ാമത്തെ ആയത്തിൽ. ആയത്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وجاء المعذرون من الأعراب ليؤذن لهم وقعد الذين كذبوا الله ورسوله سيصيب الذين كفروا منهم عذاب أليم. وجاء المعذرون من الأعراب. ആറാബികളിൽ നിന്ന്, ഗ്രാമീണരിൽ നിന്ന് ചില ഒഴിവ് കഴിവുകൾ പറയുന്ന ആളുകൾ സമ്മതം ലഭിക്കേണ്ടതിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് വന്നു. വന്നു. ആര് വന്നു? അൽ മുഅദ്ദിറൂൻ, കാരണങ്ങളുള്ള ആളുകൾ, അല്ലെങ്കിൽ കാരണങ്ങൾ പറയുന്ന ആളുകൾ, ഒഴിവ് കഴിവുകൾ പറയുന്ന ആളുകൾ വന്നു. മിനൽ ആറാബി, ആറാബുകളിൽപ്പെട്ട, ഉൾഗ്രാമങ്ങളിൽ താമസിക്കുന്നവരിൽപ്പെട്ട ആളുകളിൽ നിന്ന് ഒഴിവ് കഴിവുകൾ പറയാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വന്നു. എന്തിനു വന്നു? ലിയുഅ്ദന ലഹും, അവർക്ക് സമ്മതം ലഭിക്കാൻ വേണ്ടി, യുദ്ധത്തിന് പോകാതിരിക്കാൻ സമ്മതം ലഭിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് അവർ വന്നു. അപ്പോൾ ഒരു വിഭാഗം വന്ന് സമ്മതം ചോദിച്ചെന്നായി. ഓക്കെ. ഇനി മറ്റൊരു വിഭാഗം, വഖഅദല്ലദീന കദബുല്ലാഹ വറസൂലഹ്, അള്ളാഹുവിനെയും റസൂലിനെയും നിഷേധിച്ചവർ അവർ സ്വന്തം വീടുകളിൽ തന്നെ ചടഞ്ഞിരിക്കുകയും ചെയ്തു. അവർ സമ്മതം ചോദിക്കാനേ വന്നില്ല. വഖഅദ, ഇരിക്കുകയും ചെയ്തു. ആര്? അല്ലദീന കദബുല്ലാഹ വറസൂല, അള്ളാഹുവിനെയും റസൂലിനെയും വ്യാജമാക്കിയ ആളുകൾ അവിടെ തന്നെ ഇരുന്നു, വീട്ടിൽ തന്നെ ഇരുന്നു. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, സയുസീബുൽ ലദീന കഫറു മിൻഹും അദാബുൻ അലീം. ഇങ്ങനെ
അള്ളാഹുവിനെയും റസൂലിനെയും നിഷേധിച്ച് സ്വന്തം വീട്ടിൽ ചടഞ്ഞിരുന്ന ആളുകൾ സയുസീബു പിന്നീട് പിടികൂടും, ബാധിക്കും. അല്ലദീന കഫറൂ മിൻഹും ഇവരിൽ ഇങ്ങനെ കുഫ്ർ ചെയ്ത, അള്ളാഹുവിനെ നിഷേധിച്ച, റസൂലിനെ നിഷേധിച്ച ആളുകൾക്ക് ബാധിക്കും അദാബുൻ അലീം വേദനാജനകമായ ശിക്ഷ അവരെ പിടികൂടുന്നതാണ്. അള്ളാഹുവിനോടും റസൂലിനോടും കളവ് പറഞ്ഞു എന്ന് അവിടെ പറഞ്ഞത്. അല്ലദീന കദബുല്ലാഹ റസൂല, അവർ കളവ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുറമേ അവർ ഇസ്ലാമിക വേഷം ധരിച്ചുവെങ്കിലും ഉള്ളിൽ അള്ളാഹുവിനെയും റസൂലിനെയും നിഷേധിക്കുന്ന ആളുകളാണല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. ഇനി ഒഴിവ് കഴിവ് പറയാൻ വന്ന ആളുകൾ, കാരണം ചോദിക്കാൻ വന്ന ആളുകൾ, അവർ പറഞ്ഞ കാരണങ്ങൾ ശരിയായിരുന്നോ അല്ലേ, അത് മറ്റൊരു വിഷയമാണ്. അത് പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായമുണ്ട്. ശരിയായിരുന്നു എന്ന അഭിപ്രായമാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ആളുകൾ പ്രബലമാക്കിയത്. അപ്പോൾ ആ കാരണം പറയാൻ വന്ന ആളുകൾ ന്യായമായ കാരണങ്ങൾ, സത്യസന്ധമായ കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് വന്ന് സമ്മതം ചോദിച്ചത് എന്ന് മനസ്സിലാക്കണം. ഇനി നമ്മൾ 91-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. ഇനി പറയുന്നത് എന്താണെന്നറിയോ? യുദ്ധത്തിൽ പങ്കെടുക്കാതെ ഒഴിവാകാൻ തക്ക കാരണമുള്ളവർ ആരൊക്കെയാണ്, എക്സ്ക്യൂസ് ഉള്ള ആളുകൾ ആരൊക്കെയാണ്, അവരെക്കുറിച്ചാണ് പറയുന്നത്. അത്തരം ആളുകളുടെ മേൽ യുദ്ധത്തിൽ പങ്കെടുക്കാത്തതിൻ്റെ അല്ലെങ്കിൽ യുദ്ധയാത്രകളിൽ പങ്കെടുക്കാത്തതിൻ്റെ പേരിൽ നടപടിയെടുക്കാൻ പാടില്ല. അതാണ് ഇനിയുള്ള ആയത്തിൽ പറയുന്നത്. ആരൊക്കെയാണ്? ഒന്നാം വിഭാഗം ബലഹീനരായ ആളുകൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ, കുട്ടികൾ, വാർദ്ധക്യം, അതേപോലെ അംഗഭംഗം, അന്ധത, മുടന്ത്, ഇതൊക്കെ ഉള്ളത് കാരണം ബലഹീനരായ ആളുകൾ, ഇവരൊക്കെയാണ് ഒന്നാമത്തെ വിഭാഗത്തിൽ പെടുക. രണ്ടാമത്തെ വിഭാഗം രോഗികളായ ആളുകൾ, യുദ്ധത്തിനോ യാത്രക്കോ ഒന്നും കഴിയാത്ത തരത്തിലുള്ള രോഗങ്ങളുള്ള എല്ലാ ആളുകളും ഈ വിഭാഗത്തിൽപ്പെടും. മൂന്നാമത് ഭക്ഷണം, വാഹനം തുടങ്ങി യാത്രാ ചെലവുകൾക്ക് വകയില്ലാത്ത ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പട്ടാള വകുപ്പ് എന്ന് പറഞ്ഞ് വേറൊരു വകുപ്പ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആവശ്യം വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന് ഇറങ്ങാൻ പറയും അനുയായികളോട്. അവരെല്ലാവരും അതിനിറങ്ങും. അവരെന്നെ സ്വയം യുദ്ധത്തിന് വേണ്ട ഉപകരണങ്ങളും ആയുധങ്ങളും സന്നാഹങ്ങളൊക്കെ അവർ സ്വന്തം തയ്യാറാക്കും. അവർ സ്വന്തം എടുക്കും, സ്വന്തം സമ്പത്തിൽ നിന്ന് എടുക്കും. അതിന് കഴിവില്ലാത്ത ആളുകളെ മറ്റുള്ള ആളുകളെ സഹായിക്കും. അപ്പം ഇങ്ങനെയൊക്കെ ഒരു നിലക്കും യാത്രാ ചെലവ് തരപ്പെടുത്താനോ സൗകര്യപ്പെടുത്താനോ കഴിയാത്ത ആളുകൾ, ഇവർക്കും യുദ്ധത്തിന് വരേണ്ടതില്ല. ഇവരും ന്യായമായ കാരണങ്ങളുള്ള ആളുകളാണ്. അപ്പം ഈ മൂന്ന് വിഭാഗം. പക്ഷെ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവർക്ക് അള്ളാഹുവിനും റസൂലിനും കൂറുണ്ടായിരിക്കണം. അതായത് അതില്ലാതെ വെറും പിന്മാറരുത്. അള്ളാഹുവിനും റസൂലിനും കൂറുണ്ടായിരിക്കെ, യുദ്ധത്തിന് വരാൻ താല്പര്യമുണ്ടായിരിക്കെ, ഇത്തരം കാരണങ്ങൾ ഉള്ളത് കൊണ്ട് വരാതിരിക്കുക. അങ്ങനത്തെ ആളുകൾക്കാണ് ഒഴിവുള്ളത്. അല്ലാതെ അള്ളാഹുവിനും റസൂലിനും താല്പര്യമൊന്നുമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയും ഒഴിവാണെന്നാണ് ഉദ്ദേശം. അങ്ങനെയല്ല, മനസ്സിലാവുന്നുണ്ട്. അപ്പം അള്ളാഹുവിനും റസൂലിനോടും കൂറുള്ളവരായിരിക്കണം. അതായത് ഇവരെന്ത് ചെയ്യണം? പിന്നെ അങ്ങനെ പോകണില്ല എന്ന് വെച്ചിട്ട് ന്യായമായ കാരണങ്ങൾ ഉള്ളത് കൊണ്ട് ഞങ്ങളേതായാലും പോണില്ല എന്ന് കരുതിയിട്ട് നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനോ കിംവദന്തികൾ പറഞ്ഞു വരുത്താനോ മറ്റെന്തെങ്കിലും ആളുകളെ പിന്തിരിപ്പിക്കാനൊന്നും ശ്രമം നടത്താൻ പാടില്ല. അതാണ് കൂറുള്ളവരായിരിക്കണം എന്ന് പറയുന്ന ഉദ്ദേശം. എന്തെങ്കിലും കിംവദന്തികൾ നാട്ടിൽ പറഞ്ഞു വരുത്തുക, നാട്ടിൽ കുഴപ്പമുണ്ടാക്കുക, പോകുന്ന ആൾക്കാരെ നിരുത്സാഹപ്പെടുത്തുക, അതൊന്നും ഈ പോകാത്ത ആളുകൾ ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള വിഭാഗം, മൂന്ന് വിഭാഗം ആളുകളെ കുറ്റപ്പെടുത്തേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് യുദ്ധത്തിന് വരാതിരിക്കാം. അവരിൽ നിന്ന് വല്ല ചെറിയ പിഴകളും സംഭവിച്ചു പോയാൽ അല്ലാഹു തആല പുറത്തു കൊടുക്കും. നേരെ മറിച്ച് വല്ല കുത്തിത്തിരിപ്പുകളും ഉണ്ടായാൽ, ഈ പോകാതിരിക്കുന്ന ആളുകളെ ഭാഗത്തു നിന്ന് വല്ല കുത്തിത്തിരിപ്പുകളും അവർ ഉണ്ടാക്കിയാൽ അവരുടെ മേലിലും നടപടിയെടുക്കും. ഇതാണ് 91-ാമത്തെ ആയത്തിൽ പറയുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലൈസ അലൽ ദുഅഫാഇ വലാ അലൽ മർദാ വലാ അലൽ ലദീന ലാ യജിദൂന മാ യുൻഫിഖൂന ഹറജുൻ ഇദാ നസഹൂ ലില്ലാഹി വറസൂലിഹി മാ അലൽ മുഹ്സിനീന മിൻ സബീലിൻ വല്ലാഹു ഗഫൂറുർ റഹീം. ولا على الذين إذا ما أتوك لتحملهم قلت لا أجد ما أحملكم عليه تولوا وأعينهم تفيض من الدمع حزنا ألا يجدوا ما ينفقون. 91ഉം 92ഉം ആയത്തുകളാണ് നമ്മൾ ഓതിയത്. ആയത്തിൻ്റെ അർത്ഥം പഠിക്കാം. എന്താ 91-ാമത്തെ ആയത്തിൽ പറയുന്നത്?
ലൈസ അലൽ ദുഅഫാഇ, ദുർബലരായ ആളുകൾക്ക് മേലിൽ ഇല്ല. വല അലൽ മർളാ, രോഗികൾക്ക് മേലിലും ഇല്ല. വല അലല്ലദീന, ഒരു വിഭാഗത്തിനു മേലിലും ഇല്ല. എന്താണ് ആ വിഭാഗത്തിന്റെ പ്രത്യേകത? ലാ യജിദൂന, അവർക്ക് കിട്ടിയിട്ടില്ല, അവർക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. മാ യുൻഫിഖൂന, ചെലവാക്കാനുള്ളത്, എന്നാൽ ചെലവഴിക്കാൻ വകയില്ലാത്ത ആളുകൾ എന്നർത്ഥം. യുദ്ധത്തിനുള്ള ചെലവുകൾ, ഭക്ഷണം, യാത്ര, ഇത്തരം ചെലവുകൾ കിട്ടാത്ത ആളുകൾ, ഇവർക്കില്ല, രോഗികൾക്കില്ല, ബലഹീനർക്കില്ല. എന്തില്ല? ഹറജുൻ, കുറ്റമില്ല, ഒരു കുറ്റവുമില്ല. എന്തിന്? യുദ്ധത്തിന് പോകാതിരുന്നാൽ. എന്നാൽ പോകാൻ കഴിയാത്ത ആളുകളാണ്. അപ്പൊ ലൈസ അലൽ ദുഅഫാഇ, ഇത്തരം ആളുകൾക്കില്ല, ഹറജുൻ, ഒരു കുറ്റവുമില്ല. ഹറജ് എന്ന് പറഞ്ഞാൽ കുറ്റം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. എന്താണ്? ഇദാ നസഹൂ ലില്ലാഹി വറസൂലിഹി, അള്ളാഹുവിനോടും റസൂലിനോടും അവർ ഗുണകാംക്ഷയുള്ളവരാണെങ്കിൽ, നസീഹത്തുള്ളവരാണെങ്കിൽ. ഇദാ നസഹൂ, അവർ ഗുണകാംക്ഷയുള്ള ആളുകളാണെങ്കിൽ, ഇല്ലാഹി, അള്ളാഹുവിനോടും വറസൂലിഹി, അവൻ്റെ റസൂലിനോടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കരുത്, പോകുന്ന ആളുകളെ പിന്തിരിപ്പിക്കരുത്, നാട്ടിൽ കുഴപ്പം ഉണ്ടാക്കരുത്, കിമ്പന്നുണ്ടാക്കരുത്, അള്ളാഹു റസൂലിനും എപ്പോഴും സ്നേഹം ഉണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ് ഈ പറയപ്പെട്ട ആളുകളെങ്കിൽ അവർക്കൊരു കുറ്റവും ഇല്ല. ഹറജുൻ, ഒരു കുറ്റവും ഇല്ല. മാ അലൽ മുഹ്സിനീന മിൻ സബീലിൻ, പുണ്യവാന്മാരെ ആക്ഷേപിക്കാൻ യാതൊരു വഴിയുമില്ല. അപ്പൊ ഇങ്ങനെ ഇവർ നല്ല നിലക്കാണ് പോകാതെ ഇരിക്കുന്നത് എങ്കിൽ പിന്നെ അവരെ ആക്ഷേപിക്കാൻ വകുപ്പൊന്നുമില്ലല്ലോ. മാ അലൽ മുഹ്സിനീന, നന്മകൾ ചെയ്യുന്ന ആളുകളുടെ മേലിൽ, നന്മകൾ ചെയ്യുന്ന ആളുകൾക്കെതിരെ ഇല്ല. എന്തില്ല? മിൻ സബീലിൻ, നടപടിയെടുക്കാനുള്ള ഒരു വഴിയില്ല. അവർക്കെതിരെ നടപടിയെടുക്കാൻ പറ്റില്ലല്ലോ. അള്ളാഹു ഗഫൂർ റഹീം. ഞാൻ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ചെറിയ പാകപ്പിഴകൾ സംഭവിച്ചാൽ അള്ളാഹു തആല ഗഫൂറാണ്, റഹീമാണ്, നന്നായി പുറത്തു കൊടുക്കുന്നവനും കാരുണ്യം ചെയ്യുന്നവനുമാണ്. അപ്പോൾ ഈ പോകാതിരുന്നത് കൊണ്ട് കാരണങ്ങളുണ്ട് എന്നതുകൊണ്ട് അള്ളാഹു തആല പുറത്തു കൊടുക്കും, മനസ്സിലാണല്ലോ. പക്ഷെ അവർ ഇരിക്കുമ്പോൾ എന്താക്കണം? നസീഹത്ത് ഉണ്ടാവണം, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ ഈ 3 വിഭാഗം. പിന്നെ അടുത്തൊരു വിഭാഗം ആരാ? വലാ അലല്ലദീന ഇദാ മാ അതൗക ലിതഹ്മിലഹും ഖുൽത ലാ അജിദു മാ അഹ്മിലുക്കും അലൈഹി. അങ്ങനെ വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. അതായത് വലാ അലല്ലദീന, ഒരു വിഭാഗം ആളുകളുടെ മേലിലും കുറ്റമില്ല. എന്താണ് അവർ ചെയ്തത്? ഇദാ മാ അതൗക, അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന്? ലിതഹ്മിലഹും, അവരെ കൂടെ കൊണ്ടുപോവാൻ ഒരു വാഹനം നൽകുമോ എന്ന് അന്വേഷിച്ച് നിങ്ങളുടെ അടുത്ത് വരും. അപ്പൊ നിങ്ങൾ അവരോട് പറയും, ലാ അജിദു മാ അഹ്മിലുക്കും അലൈഹി, നിങ്ങൾക്ക് ഇത്ര വാഹനം എൻ്റെ കയ്യിലില്ലല്ലോ എന്ന് അവരോട് പറയും. അത് കേൾക്കുമ്പോൾ അവരവിടുന്ന് പോകും. തവല്ലൗ, അവിടുന്ന് പിരിഞ്ഞു പോകും. എങ്ങനെ പോവാ? വഅയുനുഹും തഫീദു മിനദ്ദം, കണ്ണുനീരിങ്ങനെ വരുന്നുണ്ടാവും സങ്കടം കൊണ്ട്. ഹസനൻ, സങ്കടം കൊണ്ട്. അല്ലാ യജിദു മാ യുൻഫിഖൂൻ, അവർക്ക് സ്വന്തം യുദ്ധത്തിന് യാത്രയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ ഉള്ള സംഖ്യ ചെലവാക്കാനുള്ളത് കിട്ടാത്തതിൻ്റെ പേരിൽ സങ്കടം കൊണ്ട് കരഞ്ഞുകൊണ്ട് അങ്ങനെ എടുത്തു പോകും. എന്താ സംഭവം എന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ യുദ്ധത്തിൻ്റെ കൽപ്പന വരുമ്പോൾ, പോകണമെന്ന് പറയുമ്പോൾ, വാഹനമില്ലാത്ത കുറച്ച് ആൾക്കാർ, യുദ്ധത്തിന് തബൂക്കിലേക്ക് വാഹനം നിർബന്ധം, ഒരുപാട് ദൂരമുണ്ട്, ഒട്ടകങ്ങളോ കുതിരകളോ ഒക്കെ വേണം, ഒരുപാട് ദൂരത്തേക്കാണ് പോകുന്നത്, നല്ല ചെലവിനുള്ള പൈസയും വേണം. അതൊന്നും കയ്യിലില്ലാത്ത പാവപ്പെട്ട ഒരു പറ്റം സ്വഹാബികളായ ആളുകൾ തങ്ങളുടെ അടുക്കൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് പറഞ്ഞു, സങ്കടം പറഞ്ഞു, ഞങ്ങളെയും കൊണ്ടുപോകണം, യുദ്ധത്തിന് ഞങ്ങളെയും കൊണ്ടുപോകണം, ഞങ്ങൾക്ക് വാഹനങ്ങൾ ഏർപ്പെടുത്തി തരണം. പക്ഷെ എന്തു ചെയ്യാനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പരമാവധി ശ്രമിച്ചു, പല വഴികളും നോക്കി. വരൾച്ചയുടെ ക്ഷാമത്തിൻ്റെ കാലമാണത്. ഉള്ളവരൊക്കെ ഉള്ളതനുസരിച്ച് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ അവസാനം ഇവരെ കൊണ്ടുപോകാൻ വാഹനം റെഡിയായില്ല, ഇവരെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഞാൻ എന്തു ചെയ്യാനാ? ഞാൻ പരമാവധി ശ്രമിച്ചല്ലോ, എത്ര ശ്രമിച്ചിട്ടും നിങ്ങളെ കൊണ്ടുപോകാനുള്ള വാഹനം എനിക്ക് ലഭിച്ചിട്ടില്ല, ഇനി ഞാൻ എന്താ ചെയ്യുക എന്ന് നിസ്സഹായത പറഞ്ഞപ്പോൾ ആ സഹാബികൾക്ക് വല്ലാത്ത സങ്കടമായി. കരഞ്ഞ് തിരിച്ചുപോയി. അവർ കരഞ്ഞുകൊണ്ട് തിരിച്ചുപോയി. നന്നായി കരഞ്ഞു എന്നാണ്, സങ്കടം കൊണ്ട്. അതുകൊണ്ടാണ് ഈ സഹാബത്തിനെ ബക്കാഊൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ധാരാളമായി കരഞ്ഞ സഹാബികൾ, ബക്കാഊൻ എന്നാണ് അവരെ പറയാ. ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അങ്ങനെയാണ്. 7 പേരായിരുന്നു അവർ എന്നാണ്. 7 പേര്. സുബ്ഹാനല്ലാഹ്, 7 പേരായ ആളുകൾ. സബ്അത്തുൽ ബക്കാഊൻ, കരയുന്ന, നന്നായി കരഞ്ഞുകൊണ്ട് പോയ 7 സഹാബികൾ.
ഇമാം ബൈലാവി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് 7 ആളുകളായിരുന്നു എന്ന്. അൻസാരികളിൽപ്പെട്ട 7 ആളുകളായിരുന്നു. അപ്പം ഇവരും യുദ്ധത്തിന് പോകാത്തതിൽ കുറ്റമില്ല എന്ന് അള്ളാഹു തആല ഉണർത്തിയിരിക്കുകയാണ്. വലാ അലല്ലദീന, ഒരു വിഭാഗത്തിനു മേലിലും കുറ്റമില്ല. ഇദാ മാ അതൗക, അവർ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ലിതഹ്മിലഹും, താങ്കൾ അവരെ കൂടെ കൊണ്ടുപോകണമെന്ന് റിക്വസ്റ്റ് ചെയ്യും. തഹ്മീല എന്ന് പറഞ്ഞാൽ വഹിക്കുക. അപ്പോൾ താങ്കൾ അവരെ കൂടെ കൊണ്ടുപോകാൻ റിക്വസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ അവർക്കൊരു വാഹനം തരപ്പെടുത്തി കൊടുക്കാൻ അവർ അങ്ങോട്ട് അപേക്ഷിക്കും. പക്ഷേ കുൽത്ത, താങ്കൾ അവരോട് പറയും, ലാ അജിദു, എനിക്ക് കിട്ടിയിട്ടില്ല, കിട്ടുന്നില്ല, മാ അഹ്മിലുക്കും അലൈഹി, നിങ്ങളെ വഹിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്ന് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തരാൻ വാഹനം എനിക്ക് കിട്ടിയിട്ടില്ല. ലാ അജിദു, എനിക്ക് കിട്ടിയിട്ടില്ല, കിട്ടുന്നില്ല, മാ ഒന്ന്, ഒരു വാഹനം, അഹ്മിലുക്കും, ഞാൻ നിങ്ങളെ ചുമക്കും, അലൈഹി, അതിന്മേൽ. അപ്പം നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന, നിങ്ങൾക്ക് തരാൻ പറ്റുന്ന, നിങ്ങളെ ചുമക്കാൻ കഴിയുന്ന വാഹനം ഒന്നും കിട്ടിയിട്ടില്ല എന്ന് താങ്കൾ പറയുമ്പോൾ തവല്ലൗ, അവർ പിന്മാറും, അവിടുന്ന് പോകും. എങ്ങനെ? വഅയുനുഹും, അവരുടെ കണ്ണുകൾ തഫീലു, ഒഴുകുന്നുണ്ട്, മിനദ്ദം, ഈ കണ്ണുനീരിനാൽ. കണ്ണെന്നിങ്ങനെ, ദം എന്ന് പറഞ്ഞാൽ കണ്ണുനീര്, അതിങ്ങനെ ഒഴുകുക, ഹസനൻ, സങ്കടം കൊണ്ട്, അല്ലാ യജിദു മാ യുൻഫിഖൂൻ, തങ്ങളുടെ പക്കൽ ചെലവഴിക്കാൻ ധനമൊന്നുമില്ലല്ലോ, യുദ്ധത്തിന് പോകാൻ ചെലവഴിക്കാൻ ധനമൊന്നുമില്ലല്ലോ എന്ന് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടു പോകുന്ന സ്വഹാബികൾ. അതാണ് മഹാന്മാരായ 7 സ്വഹാബികൾ എന്ന് രേഖപ്പെടുത്തപ്പെട്ടത്. അവരെക്കുറിച്ച് പല അഭിപ്രായങ്ങളുമുണ്ട്. 7 പേരും സഹോദരന്മാരായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. 7 പേരും സഹോദരന്മാരായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. അതല്ല, ഒരേ കബീലയിൽപ്പെട്ട 7 പേരായിരുന്നു, ഒരേ വീട്ടിൽപ്പെട്ട, ഒരേ കുടുംബത്തിൽപ്പെട്ട 7 പേരായിരുന്നു അഭിപ്രായമുണ്ട്. അതല്ല, വേറെ വേറെ കബീലകളിൽപ്പെട്ട 7 പേരായിരുന്നു എന്നും അഭിപ്രായമുണ്ട്. സാലിബ് ബിൻ ഉമൈർ, അലിയത്ത് ബിൻ സെയ്ദ്, അബ്ദുറഹ്മാൻ ബിൻ കഅബ്, അംർ ബിൻ ഹമ്മാം, അബ്ദുല്ലാഹ് ബിൻ ഗഫൽ, ഹർമി ബിൻ അബ്ദുള്ള, ഇർബാദ് ബിൻ സാരിയ, ഇങ്ങനെ 7 സഹാബികളെ എണ്ണുന്നുണ്ട് ചില മുഫസ്സിരീങ്ങൾ റളിയല്ലാഹു അൻഹും. വേറെയും അഭിപ്രായങ്ങളുണ്ട്. പേരിലല്ല അവിടെ വിഷയം. ഈ ഒരു സങ്കടം തോന്നിയിട്ട് നന്നായി കരഞ്ഞു പോയ ആളുകൾ, ബക്കാഊൻ എന്നുവരെ പേര് പറയേണ്ടി എന്ന പേരിൽ വരെ അറിയപ്പെട്ട മഹാന്മാരായ സഹാബികൾ. യാ അല്ലാഹ്. അപ്പൊ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ഇവർക്ക്. പക്ഷേ തക്കതായ കാരണമുള്ളത് കൊണ്ട് അതിന് സാധിക്കാതെ വന്നു. അതുകൊണ്ട് തന്നെ അവർ പങ്കെടുക്കാതെ തന്നെ അല്ലാഹു തആല അവർക്ക് യുദ്ധത്തിന്റെ പ്രതിഫലം കൊടുക്കുമെന്നാണ്. യുദ്ധത്തിൽ പങ്കെടുക്കുക പ്രതിഫലം കൊടുക്കും, മാഷാ അല്ലാഹ്. അതൊരു ഹദീസിലുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളിങ്ങനെ യുദ്ധത്തിന് പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിങ്ങനെ പറയും, മദീനയിൽ ചില ആളുകളുണ്ട്, മദീനയിൽ നിങ്ങളെ കൂടെ പോരാത്ത ചില ആളുകൾ ഇരിക്കുന്നുണ്ട്. അവര് നിങ്ങളിങ്ങനെ പോകുമ്പോൾ ഏതൊക്കെ താഴ്വരകൾ കടന്നു പോകുന്നുണ്ടോ, ഏതൊക്കെ വഴിയിലൂടെ നടന്നു പോകുന്നുണ്ടോ, അവരും നിങ്ങളോടൊപ്പം ഉണ്ടാകാതിരിക്കുകയില്ല എന്നാണ്. അവർ നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പൊ സഹാബികൾ ചോദിച്ചു, ആരാണ് നബി അവർ? ഞങ്ങളെ കൂടെ പോരാതെ തന്നെ ഞങ്ങളെ കൂടെ പോയെന്നവരാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ മദീനയിലല്ലേ, എന്നിട്ടും കിട്ടുന്നുണ്ടോ? അവർ ഞങ്ങളൊപ്പമാണ്, ഞങ്ങൾ വേറെ അവിടെ ഇരിക്കല്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അവരവിടെ ഇരിക്കാനാണ് ശരി, പക്ഷേ കാരണങ്ങൾ അവരെ തടഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ. കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ അവർ വരാത്തത്. അതുകൊണ്ട് അവർക്ക് നിങ്ങൾ പോകുന്ന എല്ലായിടത്തുമുള്ള പ്രതിഫലം അവർക്ക് കിട്ടും, നിങ്ങളുടെ കൂടെ തന്നെ അവരുണ്ടാകും. 92-ാം ആയത്തിൽ പറഞ്ഞ ഈ വിഭാഗം സത്യത്തിൽ 91-ാം വാക്യത്തിൽ പറഞ്ഞവരുടെ കൂട്ടത്തിൽ പെടും. എന്നാലും അതിലവർ പെടും. എന്നാലും അവരെ പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്തിനാ? പ്രത്യേകം പ്രശംസിക്കാനും മുസ്ലിമീങ്ങൾക്ക് അവരിൽ പാഠമായി മാറാനും വേണ്ടിയാണ്. മനസ്സിലായല്ലോ? ധനികരായിട്ടും എല്ലാ സൗകര്യങ്ങളുണ്ടായിട്ടും യുദ്ധത്തിന് പോകാതെ സ്ത്രീകളോടൊപ്പം വീട്ടിലിരിക്കുന്ന ആളുകളെ ആക്ഷേപിക്കാതിരിക്കാൻ വഴിയില്ല. അവരെന്തായാലും ആക്ഷേപിക്കണം. അവർക്ക് കുറ്റമുണ്ട്, തെറ്റുണ്ട്. കാരണം കഴിവുണ്ടായിട്ടും പോകാത്ത ആളുകളാണ്. അവരെന്ത് കഴിവുകൾ പറഞ്ഞാലും അത് സ്വീകാര്യമല്ല. അവരുടെ ഹൃദയങ്ങൾ മരവിച്ചു പോയിട്ടുണ്ട്, വകതിരിവ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. യുദ്ധം കൊണ്ടുള്ള നേട്ടവും യുദ്ധത്തിന് പോകാതിരുന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളും അവർക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല. ഹൃദയങ്ങളിലേക്ക് നന്മ പ്രവേശിക്കാത്ത വിധം അടഞ്ഞു പോയിരിക്കുകയാണ് അത്തരം ആളുകളുടേത്. അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചോ തങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ചോ ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് 93-ാം ആയത്തിൽ ഇനി അല്ലാഹു തആല പറയുന്നത്. നമ്മളിപ്പോൾ പഠിച്ച ആയത്തിൽ തവല്ലവ അയുനുഹും തഫീദു മിനദ്ദംഇ ഹസനൻ അല്ലാ യജിദു മാ യുൻഫിഖൂൻ. ഇവിടെ നമ്മളും ശ്രദ്ധിക്കണം. നമ്മൾ ഇവിടുന്ന് പഠിക്കേണ്ട പാഠം എന്താ?
നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുമ്പോൾ സങ്കടം വരണം. നന്മ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുമ്പോൾ സങ്കടപ്പെടണം. ജമാഅത്ത് നഷ്ടപ്പെട്ടു, സങ്കടം വരണം. നമുക്ക് തഹജ്ജുദ് നഷ്ടപ്പെട്ടു, ഉറങ്ങിപ്പോയിട്ട് സങ്കടം വരണം. ആ സങ്കടം വന്നാൽ അടുത്ത തവണ മുടങ്ങാതെ അത് ചെയ്യണമെന്ന താല്പര്യമുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ എന്താ, അത് അങ്ങനെ വിഷയമാക്കാതെ പോകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഒരു റവാത്തിബ് സുന്നത്ത് മുടങ്ങി, ഖേദം വരണം നമുക്ക്. അപ്പോൾ ഒരു ഉറച്ച തീരുമാനം എടുത്തു, ഇനി മുടങ്ങൂല. ആ സങ്കടമാണ് ഉറച്ച തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്. ഖുർആൻ ഓതാനോ ദിക്റുകൾക്കോ സമയം കിട്ടാതെ വരുമ്പോൾ സങ്കടം വരണം. എന്നാലേ അത് സമയമുണ്ടാക്കി ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ. അല്ലെങ്കിൽ അത് ഏത് വലിയ നന്മയായാലും കാര്യമാക്കാതെ തള്ളിക്കളയും. അങ്ങനെ എന്തൊക്കെ പോകണം, എന്ത് ജമാഅത്ത്, എന്ത് ഖുർആനോത്ത്, എന്ത് ദിക്ർ, അങ്ങനെയല്ല. ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ സങ്കടം, കാരണമില്ലാതെ നഷ്ടപ്പെട്ടു. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, തെറ്റുകൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാകുമ്പോഴും സങ്കടം വരണമെന്നാണ്. തെറ്റുകൾ ചെയ്യേണ്ടി വന്നാൽ, എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ സങ്കടം ഉണ്ടാവണം. അപ്പം സന്തോഷിക്കല്ല വേണ്ടത്. അപ്പം സന്തോഷിച്ചാൽ വീണ്ടും തെറ്റുകളിലേക്ക് പോകാനേ കഴിയുള്ളൂ. അതേസമയം പറ്റിപ്പോയാൽ അതിൽ ഭയങ്കര സങ്കടം തോന്നിയാലോ പിന്നെ നമ്മൾ ആ തെറ്റിലേക്ക് പോകില്ല. ആ സങ്കടമാണ് നമ്മളെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത്. ആ സങ്കടത്തിനെ അങ്ങനെ പിന്തിരിപ്പിക്കാൻ കഴിയൂ. സന്തോഷമാണ് തോന്നുന്നതെങ്കിൽ പിന്നെ അത് ചെയ്യില്ല, മനുഷ്യൻ ചെയ്യുള്ളൂ. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഒരുപാട് നന്മകൾ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുമ്പോൾ സങ്കടം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഈമാന്റെ ലക്ഷണമാണ്. ആകട്ടെ, ഇനി നമുക്ക് 93-ാമത്തെ ആയത്ത് പഠിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നമസ് സബീലു അലല്ലദീന യസ്തഅ്ദിനൂനക വഹും അഗ്നിയാ റളൂ ബിഅൻ യകൂനൂ മഅൽ ഖവാലിഫ് വതബഅ അല്ലാഹു അലാ ഖുലൂബിഹിം ഫഹും ലാ യഅലമൂൻ. തൊട്ടുമ്പോഴായത്തിൽ നമ്മൾ പറഞ്ഞു, ഇങ്ങനെ കാരണങ്ങളുള്ള ആളുകൾ അവരെ ആക്ഷേപിക്കാൻ വകുപ്പില്ല. ഇനി ആരെയാണ് ആക്ഷേപിക്കേണ്ടത്? അതാണ് ഇനി പറയുന്നത്. മാ അലൽ മുഹ്സിനീന മിൻ സബീൽ എന്ന് നേരത്തെ പറഞ്ഞില്ലേ. ഇനി ആർക്കെതിരെ തിരിയാനാണ് സബീലുള്ളത്, വകുപ്പുള്ളത്? ഇന്നമസ് സബീലു, ആക്ഷേപിക്കാൻ വകുപ്പുള്ളത് ആരെ മേലിലാണ്? മാർഗമുള്ളത് അലല്ലദീന, ഒരു വിഭാഗത്തിനെതിരെയാണ്. എന്താണ് അവരുടെ സ്വഭാവം? യസ്തഇദ്നൂനക, അവർ അങ്ങയോട് സമ്മതം ചോദിക്കുന്നു യുദ്ധത്തിന് വരാതിരിക്കാൻ. ഏതവസ്ഥയിൽ? വഹും അഗ്നിയാഉ, അവര് ധനികരായിരിക്കെ, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കെ, യാത്രാ ചെലവും മറ്റും ഒക്കൊല്ലത്തുണ്ട്, ധനികന്മാരാണ്, സമ്പന്നരാണ് അവർ. സമ്പന്നരായിരിക്കെ അങ്ങയോട് യുദ്ധത്തിന് വരാതിരിക്കാൻ സമ്മതം ചോദിക്കുന്ന ആളുകൾക്കെതിരെയാണ് ആക്ഷേപിക്കേണ്ടത്. അവരാക്ഷേപിക്കാൻ വകുപ്പുണ്ട്. അല്ലാതെ പിന്തിരിഞ്ഞിരിക്കുന്ന ആളുകൾ, ചെലവിന് ചെയ്യാൻ വകുപ്പില്ലാത്തത് കാരണം യുദ്ധത്തിന് പോകാതിരിക്കുന്ന ആളുകൾ, അവരെ കുറ്റപ്പെടുത്താൻ വകുപ്പില്ല. ഇവരെ കുറ്റപ്പെടുത്താൻ വകുപ്പുണ്ട്. ഇവരെയേ കുറ്റപ്പെടുത്താവൂ. ഇന്നമസ്സബീലു അലല്ലദീന, ഇന്നമസ്സബീലു, കുറ്റപ്പെടുത്താൻ മാർഗമുള്ളവർ ആര് മാത്രമാണ്? ഇവർ മാത്രമാണ്. ആര്? ഇന്നമ എന്ന് പറഞ്ഞാൽ മാത്രമാണെന്ന് അർത്ഥം. ഇന്നമസ്സബീലു, കുറ്റപ്പെടുത്താൻ മാർഗമുള്ളവർ മാത്രമാണ്. ആര്? അലല്ലദീന, ഒരു വിഭാഗത്തിന്മേൽ. യസ്തഇദ്നൂനക വഹും അഗ്നിയാഉ, ധനികരായിരിക്കെ താങ്കളോട് യുദ്ധത്തിന് ഒഴിഞ്ഞു നിൽക്കാൻ സമ്മതം ചോദിക്കുന്നവരെ സംബന്ധിച്ച് മാത്രമേ കുറ്റപ്പെടുത്താൻ വകുപ്പുള്ളൂ. എന്താ കുറ്റപ്പെടുത്താൻ വകുപ്പ് എന്ന് പറയാൻ കാരണം? റബൂ, അവർ ആഗ്രഹിച്ചു, അവർ ഇഷ്ടപ്പെട്ടു. എന്തിന്? ബിഅൻ യകൂനു, അവർ ആവാൻ, ആയിരിക്കാൻ, മഅൽ ഖവാലിഫി, ഒഴിഞ്ഞു നിൽക്കുന്ന സ്ത്രീകളോട് കൂടെ ആവാൻ. യുദ്ധത്തിന് വരാതെ ഒഴിഞ്ഞു നിൽക്കുന്ന, മാറി നിൽക്കുന്ന സ്ത്രീകളോട് കൂടെ തന്നെ ഇരിക്കാനാണ് ഈ ടീമും ഇഷ്ടപ്പെട്ടത്. റബൂ, അവർ ഇഷ്ടപ്പെട്ടത് അതിനാണ്. വതബഅ അല്ലാഹു അലാ ഖുലൂബിഹിം, അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് അതുമൂലം മുദ്ര വെച്ചിരിക്കുകയാണ്. ഫഹും ലാ യഅലമൂൻ, അതുകൊണ്ട് തന്നെ അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയില്ല. യുദ്ധത്തിന് പോയാൽ എന്തൊക്കെ നേട്ടം കിട്ടും, പോകാതിരുന്നത് കൊണ്ട് എന്തൊക്കെ ശിക്ഷകൾ കിട്ടും, എന്തൊക്കെ ഗുരുതരമായ ഭവിഷ്യത്തുകൾ വരാനുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം അവരുടെ ഖൽബ്, ഹൃദയങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് വെച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ തയ്യാറില്ലവർ. ഹൃദയങ്ങളിലേക്ക് നന്മകൾ പ്രവേശിക്കാത്ത വിധം അത് അടഞ്ഞുപോയി, അവരടച്ചു കളഞ്ഞു. അതുകൊണ്ട് തന്നെ മുദ്ര വെച്ചു. കാര്യത്തിൻ്റെ ഗൗരവം അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എല്ലാ സൗകര്യങ്ങളുണ്ടായിട്ടും നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആയത്ത് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് എന്താ? എല്ലാ സൗകര്യങ്ങളുണ്ടായിട്ടും ദീനീയായ കാര്യങ്ങൾക്കും മറ്റുമൊക്കെ മുന്നോട്ട് വരാത്ത ആളുകൾ, പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി
മറ്റു ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടി, ഇൽമിന് വേണ്ടി, കോളേജുകൾക്ക് വേണ്ടി ഒക്കെ പൈസ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ സമയം ചോദിക്കുമ്പോൾ, അധ്വാനിക്കാൻ ചോദിക്കുമ്പോൾ, അതിനോട് പ്രവർത്തിക്കാൻ ചോദിക്കുമ്പോൾ എല്ലാ സൗകര്യം ഉണ്ടായിട്ടും മുന്നോട്ട് വരാത്ത ആളുകൾ ശ്രദ്ധിക്കണം. അവരെ ആക്ഷേപിക്കാൻ വകുപ്പുണ്ട് എന്നാണ് അള്ളാഹുവിനോട് പറഞ്ഞത്. ചില ആളുകൾ അങ്ങനെ എന്ത് കാര്യത്തിനും മുന്നിലുണ്ടാവും, വേറെ എന്ത് കാര്യത്തിനും മുന്നിലുണ്ടാവും. പള്ളി മദ്രസ എന്നൊക്കെ പറഞ്ഞാൽ വഹിക്കാൻ വരാത്ത ആൾക്കാരുണ്ടാവും. ഒരു ബന്ധം ഉണ്ടാവില്ല. അവസരം കിട്ടിയാലും ബന്ധപ്പെടില്ല, ആവുന്നത് ചെയ്തു കൊടുക്കൂല. എന്തെങ്കിലുമൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞിട്ട് അതിന് ഒഴിവാക്കാൻ ശ്രമിക്കും, വേറെ മുനാഫിക്കുകൾ ചെയ്തതുപോലെ. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യരുത്. അവസരങ്ങൾ വരുമ്പോൾ, നല്ലത് ചെയ്യാൻ അവസരങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ദീനീ കാര്യങ്ങളെ സഹായിക്കാനുള്ള അവസരങ്ങൾ വരുമ്പോൾ, അത് സമ്പത്ത് കൊണ്ടായാലും ദേഹം കൊണ്ടായാലും സമയം കൊണ്ടായാലും ആരോഗ്യം കൊണ്ടായാലും എങ്ങനെയാണ് നമ്മളെ കൊണ്ട് കഴിയുന്നത് അങ്ങനെ നമ്മൾ അതിനെ സഹായിക്കാനും കൂടെ നിൽക്കാനും സന്നദ്ധരാവണം. ആ ഒരു പാഠമാണ് നമ്മൾ ഇവിടെ നിന്ന് പഠിക്കേണ്ടത്. എല്ലാം ഉണ്ടായിട്ടും, എല്ലാ സ്വത്തും സമ്പത്തും ആരോഗ്യവും ഒക്കെ ഉണ്ട്, എന്നിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് സഹായിച്ചിട്ടില്ലെങ്കിൽ ഇന്നമസ്സബീലു, അവരാക്ഷേപിക്കാൻ വകുപ്പുണ്ട് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അവർക്ക് ഗുരുതരമായ ഭവിഷ്യത്തുകൾ ഉണ്ടാകുന്നു. ഏതായാലും ഇത്രയുമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അൽഹംദുലില്ലാഹ് 10ാമത്തെ ജുസ് നമ്മൾ പഠിച്ച് പൂർത്തിയാക്കി. അള്ളാഹുവിന് ഒരുപാട് സ്തുതി. ബാക്കിയുള്ള ജുസുകളും റാഹത്തായി പഠിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവണം. നമുക്ക് ദുആ ചെയ്ത് പിരിയാം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അള്ളാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും പഠിച്ചതും സ്വാലിഹായ അമലായി സ്വീകരിക്കണം തമ്പുരാനെ. നിൻ്റെ വഴിയിൽ നിനക്ക് വേണ്ടി ഒരുപാട് ഖിദ്മത്ത് ചെയ്യാൻ, മനസ്സറിഞ്ഞ് സംഭാവനകൾ നൽകാൻ നീ തൗഫീഖ് നൽകണം തമ്പുരാനെ. ആരോഗ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും നിൻ്റെ ദീനിനെ സഹായിക്കാനും ദീനിനെ ഖിദ്മത്ത് ചെയ്യാനും അവസരങ്ങൾ നൽകാൻ റഹ്മാനെ. പഠിച്ചത് പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നൽകാൻ റഹ്മാനെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്തിച്ചതാണ്. എല്ലാവർക്കും ഖൈറും സലാമത്തും സന്തോഷവും നൽകണം അല്ലാഹ്. രോഗികൾക്ക് ശിഫ നൽകണം തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണം തമ്പുരാനെ. ആഖിറത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന അമലുകളായി ക്ലാസ്സുകളൊക്കെ മാറ്റണം റഹ്മാൻ. ഇതിനോട് അധ്വാനിക്കുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്. അർഹമായ പ്രതിഫലം നൽകണം അല്ലാഹ്. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر لنا وارحمنا ولوالدنا رب ارحمهما كما ربياني صغيرا. للمؤمنين والمؤمنات اللهم قنا وإياهم شر ما قضيت. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. الله دعاء ചെയ്യണം. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.